നമസ്കാരം. പ്രപഞ്ചജാലകത്തിലേക്ക് സ്വാഗതം. സ്കൂളിലും കോളേജിലും നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. പക്ഷേ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ എങ്ങനെ സമ്പാദിക്കണമെന്നോ ആരും പഠിപ്പിച്ചു തരുന്നില്ല. അതുകൊണ്ടാണ് പലരും കഠിനാധ്വാനം ചെയ്തിട്ടും സാമ്പത്തികമായി പിന്നിലായി പോകുന്നത്. പണം സമ്പാദിക്കുക എന്നത് ഒരു ഭാഗ്യമല്ല, അതൊരു കലയാണ്. ലോകത്തിലെ സമ്പന്നരായ ആളുകൾ പിന്തുടരുന്ന 5 ഗോൾഡൻ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിക്ക ആളുകളും ചെയ്യുന്നത് വരുമാനം കിട്ടിയാൽ ആദ്യം വാടക, കറന്റ് ബില്ല്, മറ്റ് ചിലവുകൾ എന്നിവ മാറ്റിവെക്കും. അവസാനം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സമ്പാദിക്കും. ഇത് തെറ്റായ രീതിയാണ്. വരുമാനത്തിന്റെ കുറഞ്ഞത് 10% ആദ്യം തന്നെ മാറ്റിവെക്കുക. ഈ പണം നിങ്ങളുടെ ഭാവിക്കുള്ള നിക്ഷേപമാണ്. ഇത് മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള പണം കൊണ്ട് വേണം ജീവിത ചെലവുകൾ നടത്താൻ. സാമ്പത്തിക അച്ചടക്കത്തിന് ഏറ്റവും ലളിതമായ രീതിയാണിത്. നിങ്ങളുടെ വരുമാനത്തിന്റെ 50% അത്യാവശ്യ കാര്യങ്ങൾക്കും, ആഹാരം, വാടക, 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും, യാത്രകൾ, വിനോദം, ബാക്കി 20% നിക്ഷേപങ്ങൾക്കും മാറ്റിവെക്കുക. ഈ നിയമം പിന്തുടർന്നാൽ നിങ്ങൾക്കൊരിക്കലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല. നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം എത്തിക്കുന്നവയാണ് അസറ്റുകൾ, നിക്ഷേപങ്ങൾ, ബിസിനസ് എന്നിവ. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം കളയുന്നവയാണ് ലയബിലിറ്റികൾ, ആഡംബര കാറുകൾ, ലോണുകൾ എന്നിവ. പാവപ്പെട്ടവർ ലയബിലിറ്റികൾ വാങ്ങിക്കൂട്ടുമ്പോൾ സമ്പന്നർ അസറ്റുകൾ നിർമ്മിക്കുന്നു. നിങ്ങൾ വാങ്ങുന്ന ഒരു സാധനം നിങ്ങൾക്ക് പണം നേടിത്തരുന്നതാണോ അതോ ചിലവുണ്ടാക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. ഒരൊറ്റ വരുമാന മാർഗത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ്. ജോലിക്ക് പുറമെ മറ്റൊരു വരുമാനം കൂടി കണ്ടെത്താൻ ശ്രമിക്കുക. അത് ഒരു സൈഡ് ബിസിനസ് ആകാം, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചുള്ള ഫ്രീലാൻസ് വർക്കാകാം. ഒന്നിലധികം വഴികളിലൂടെ പണം ഒഴുകി വരുമ്പോഴാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകുന്നത്. ജീവിതം പ്രവചനാതീതമാണ്. അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകൾ നേരിടാൻ കുറഞ്ഞത് 6 മാസത്തെ നിങ്ങളുടെ ചിലവിനുള്ള പണം ഒരു സേവിങ്സ് അക്കൗണ്ടിൽ എമർജൻസി ഫണ്ടായി കരുതുക. ഇത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് നിലനിർത്താൻ പഠിക്കുക എന്നതാണ്. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.